രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കൂട്ടുകച്ചവടക്കാരനാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് വിളിക്കും. മാങ്കൂട്ടത്തിൽ 5 സ്റ്റാർ ഹോട്ടലുകളിലേക്കാണ് വിളിക്കാറുണ്ടായിരുന്നത്. ഇത് ചെറിയൊരു ആരോപണമല്ല, CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നതാണ്. അതും ഒരു സിറ്റിംഗ് MP-ക്കെതിരെയാണ്. DYFIക്കാരെന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ ക്ഷോഭിച്ചിറങ്ങിയ ഷാഫിയെ നമ്മൾ കണ്ടതാണ്. അതായത് സതീശനെതിരെയും സുധാകരനെതിരെയും ഒക്കെ ആരോപണങ്ങൾ പലതരത്തിൽ കേരളത്തിൽ വന്നപ്പോൾ കാണാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധം പിറ്റേന്നുണ്ടായി. ഷാഫിയെ ഒന്ന് തടഞ്ഞ് DYFIക്കാർ വെല്ലുവിളിച്ചപ്പോൾ 100 കണക്കിന് ആളുകൾ പ്രതിഷേധവുമായി ഇറങ്ങി. കോൺഗ്രസിലെ മറ്റൊരു നേതാവിനും ഇറങ്ങാത്തത് പോലെ അവർ തീപ്പന്തം കത്തിച്ചാണ് ഇറങ്ങിയത്. ആ തീപ്പന്തം പോലീസ് നേരെ വലിച്ചെറിഞ്ഞു. അപ്പോൾ ഒരു SI പറയുന്നുണ്ടായിരുന്നു, തീപ്പന്തം എറിഞ്ഞാൽ അടിക്കും, കാരണം ഞാൻ ഇട്ടിരിക്കുന്ന ബാഹുബലിയുടെ പടച്ചട്ടയൊന്നുമല്ല. അപ്പോൾ ഷാഫിക്ക് വേണ്ടിയിട്ട് ചാവാനും കൊല്ലാനും തയ്യാറായി കോൺഗ്രസിലെ ഒരു പ്രത്യേക വിഭാഗം ഉണ്ട്. അത് ആ വിഭാഗം ഏതാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഷാഫി കോൺഗ്രസിൻ്റെ മാത്രം സ്ഥാനാർത്ഥിയല്ല, അതുകൊണ്ടാണ് എന്ന് ആരെങ്കിലും സംശയിച്ചു പോയി തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഒരു പാർലമെൻറ്റ് അംഗത്തിനെതിരെ നിരുത്തരവാദപരമായ ഒരു ആക്ഷേപമാണ് CPM ജില്ലാ സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ആക്ഷേപമല്ല, അധിക്ഷേപമാണ്. നിയമപരമായി നേരിടുമെന്നാണ് ഷാഫി പറയുന്നത്. എങ്ങനെ കാണുന്നു ഈ വിവാദത്തെ? ഇത് ഇന്ന് രാവിലെയാണ് സുരേഷ് ബാബു ഇത് കത്തിച്ചു വിട്ടിരിക്കുന്നത്. സുരേഷ് ബാബു മുമ്പ് ഒരു സൂചന, സുരേഷ് ബാബു മുമ്പും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ബാബു പറയുന്നത് മറ്റേ ഷാഫി പറമ്പിൽ ഹെഡ് മാഷ് ആണെന്നാണ്. ഇത്തരം കാര്യങ്ങളിൽ ഹെഡ് മാഷ് എന്നാണ് രാവിലെ പറഞ്ഞത്. ഇത് മറ്റേത് ബാങ്കൂട്ടത്തിൽ വെറും ന്യൂലി അപ്പോയിന്റഡ് മാഷ്, ഒരു സ്റ്റുഡന്റ് പുതുതായിട്ടൊക്കെയുള്ള കാൻഡിഡേറ്റ് മെമ്പർ എന്ന് പാർട്ടി ഭാഷയിൽ പറയാം. ഷാഫി ഒഴിയുമ്പോൾ എൻ്റെ കസേരയിൽ രാഹുലിനെ തന്നെ ഇരുത്തണമെന്ന് വാശി പിടിച്ചതും, ഞാൻ മാറുമ്പോൾ ആ സീറ്റിൽ രാഹുൽ തന്നെ മത്സരിക്കണമെന്ന് വാശി പിടിച്ചതും അടയും ചക്കരയും പോലെയാണ് അവര്. അപ്പൊ സോഷ്യലിസ്റ്റുകളാണല്ലേ. ബാക്കി ഭാഗത്ത് സുരേഷ് ബാബു തന്നെ തെളിയിക്കണം. കാരണം നമുക്ക് ആ ആരോപണത്തിന്റെ സത്യാവസ്ഥ ആരോപണത്തിൽ നമുക്ക് പങ്കില്ല, നമ്മൾ പറയുന്നുമില്ല. പക്ഷെ സുരേഷ് ബാബു ഇങ്ങനെ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണെന്ന് സുരേഷ് ബാബു വിശദീകരിക്കണം. അതിൻ്റെ അകത്ത് ചില സൂചനകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ബാംഗ്ലൂരിലേക്ക് ട്രിപ്പിന് വിളിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാഫി പറമ്പിൽ ഇങ്ങനെ സ്ത്രീകളെയോ യുവതികളെയോ ഒക്കെ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പിന് വിളിക്കും. അതായത് പാലക്കാടൊന്നും അല്ല, ഡൽഹിയോ ഒന്നുമല്ല, ഷാഫിയുടെ കേന്ദ്രം ബാംഗ്ലൂരു ആണ്. ബാംഗ്ലൂരുവിന്റെ കോൺഗ്രസ് ഭരിക്കുകയും കൂടിയാണല്ലോ. അതെ. അപ്പൊ സുരേഷ് ബാബുവിന് എന്തോ വിവരങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ടാവുമല്ലോ. നീ സുരേഷ് ബാബുവിന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ, മുമ്പൊരു നീല ബാഗിന്റെ കഥ ഓർക്കുന്നില്ലേ സുരേഷ് ബാബു പറഞ്ഞത്? മറ്റേ മാങ്കൂട്ടം ഹോട്ടൽ നീല ബാഗിന്റെ വേറൊരു കഥ ഞാൻ പറയാം. കൃത്യമാണ്. നീല ബാഗ് അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് പോലീസ് ആ ഹോട്ടലിൽ റെയ്ഡ് നടത്തിയ നീല ബാഗ് പിടിക്കാനല്ല, ഒരു വനിതാ നേതാവ് അവിടെ വരും എന്നറിഞ്ഞാണ് റെയ്ഡ് നടത്തിയത്. പക്ഷെ വനിതാ നേതാവ് വന്നു, വനിതാ നേതാവിൻ്റെ കൂടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അത് കാരണം റെയ്ഡ് മാറിപ്പോയി. പിന്നെ നീലപ്പെട്ടി എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട, എനിക്കത് അന്ന് തന്നെ അതേക്കുറിച്ച് വിവരം ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീയെ എന്തിനാണ് അന്ന് റെയ്ഡ് ചെയ്യുന്നത്? അവർ വരും, സംഗതി ശരിയാണ്, അവർ ഭർത്താവിൻ്റെ കൂടെ വരികയും ചെയ്തു. പക്ഷെ റെയ്ഡ് എന്തുദ്ദേശിച്ചിട്ടാണ്? അവരുടെ കയ്യിൽ പണം ഉണ്ടെന്നോ? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടതെന്നും ഉണ്ടാവുമായിരിക്കും. അതെ, രാഹുൽ. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം ഇപ്പൊ വ്യക്തത. അതെ, കാരണം വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് പണം, അപ്പോൾ ഒരു പണമാണ് വേണ്ടെങ്കിൽ പണം ഉണ്ടായിരിക്കും. അതെ, കാരണം ഇലക്ഷന് പണം വേണമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടതുമായിട്ട് വന്നിരിക്കുന്നത് അത് പണമാണെന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്, ബാഗ് വന്നതും ഒക്കെ. അപ്പൊ പക്ഷെ നീലയാണ് ബാഗ്. സുരേഷ് ബാബുവിന് അപ്പൊ അതിനെപ്പറ്റി അന്ന് കുറച്ച് ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷെ സുരേഷ് ബാബുവിനെതിരെ ഒരു വെട്ടലുമായിട്ട് അന്ന് വന്നത് NN കൃഷ്ണദാസാണ്. ഇങ്ങനെ പറഞ്ഞത് ശരിയായില്ല, തെളിവില്ലാതെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് NN കൃഷ്ണദാസ് പറ്റി. പക്ഷെ പിന്നീട് പാർട്ടി കമ്മിറ്റി ചേരുന്നപ്പോൾ കൃഷ്ണദാസിനെതിരെ ആണ്. അല്ല, കൃഷ്ണദാസ് വെറുതെ നീല ബാഗിനെ കുറിച്ച് മാത്രമേ ധരിച്ചുള്ളൂ, നിഷ്കളങ്കമായി ചിന്തിച്ചു. അതിന്റെ പിന്നിലൊരു നീല അജണ്ട കൃഷ്ണദാസിന് മനസ്സിലായില്ല. കൃഷ്ണദാസ് അങ്ങനെ എതിർത്ത് വന്നെങ്കിൽ എൻ്റെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണദാസിന് ഇപ്പോഴും, കാരണം വിഭാഗീയതയുടെ വേറൊരു ചേരിയിലാണ് കൃഷ്ണദാസ് നിൽക്കുന്നത്. സുരേഷ് ബാബു വിരുദ്ധ ചേരിയിലാണ് കൃഷ്ണദാസ്. സുരേഷ് ബാബുവിനെ എപ്പോഴും വെട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കരുത് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണദാസിന് ഇന്ന് രംഗത്ത് വരാം, നിർബന്ധമില്ല, നാളെ ആയാലും മതി. ഇങ്ങനെ തെളിവില്ലാതെ ഇപ്പോൾ സുരേഷ് ബാബുവിനെ ഒരു അരിക്കാക്കണം എന്ന് കൃഷ്ണദാസിന് ഉണ്ടെങ്കിൽ
ഇങ്ങനെ തെളിവില്ലാതെ ആരോപണം കൊണ്ടുവരരുത്, ഇത് പാർട്ടി രീതി അല്ല. അല്ല കൃഷ്ണദാസിന് അറിയാം, സുരേഷ് ബാബു CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ജില്ലാ സെക്രട്ടറി ആയ ഒരാൾ മാധ്യമങ്ങളോട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്യിലില്ലാതെ പറയത്തില്ല എന്ന് ഉറപ്പായി. ഒരു CPM-ന്റെ സാധാരണ ഒരു പ്രവർത്തകൻ പറയുന്ന പോലെ ജില്ലാ സെക്രട്ടറി ലോകം മുഴുവൻ അറിയുമാറ് ഇങ്ങനെ പറയണമെങ്കിൽ എന്തോ കയ്യിലുണ്ട്. കയ്യിലില്ലാതെ പറയില്ല. കാരണം ഇത് ഡിഫമേഷനാണ്, ക്രിമിനൽ കേസ് വരാം, അത് തിരിച്ചടി ഉണ്ടായാൽ പോലെ വളരെ മാരകമായിരിക്കും. അപ്പോൾ കയ്യിൽ എന്തോ കിട്ടിയിട്ടാണ് സുരേഷ് ബാബു പറയുന്നത്. ആ വിശ്വാസത്തിലാണ് സത്യത്തിൽ നമ്മൾ ഇത് ചർച്ച. അതെ, സുരേഷ് ബാബുവിന്റെ കയ്യിൽ എന്തോ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പറയും കരുതണം CPM ഇങ്ങനെ എതിരാളികളെ തേജോവധം ചെയ്യാൻ എന്തു നട്ടാൽ കുരുക്കാത്ത അപവാദ കഥയും പറയുന്ന പാർട്ടിയാണെന്ന് പഴയ സന്ദേശം സിനിമയിൽ പറയുന്ന ശങ്കരാടിയുടെ വേഷമാണ് CPM കെട്ടിയാടുന്നതെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പി സരിൻ സംസാരിക്കുമ്പോഴും ഇതിൻ്റെതായ ചില സൂചനകളൊക്കെ ഉണ്ട്. കാരണം ഈ പാലക്കാട് MLA വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷാഫി പറമ്പിലിനെയും കൂട്ടിച്ചേർത്തിട്ട് സരിൻ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ സരിൻ ഒരു പക്ഷേ സുരേഷ് ബാബുവിന് ഈ വിവരങ്ങൾ കിട്ടുന്നതിൽ സരിൻ്റെ ചിലപ്പോൾ സഹായമൊക്കെ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കൊക്കെ അറിയാവുന്ന, കാരണം കോൺഗ്രസ്സുകാർക്ക് കൂടുതലായിട്ട് അറിയാവുന്ന കുറേ വിവരങ്ങളായിരിക്കുമല്ലോ ഇപ്പൊ CPM-ലേക്കൊക്കെ വന്നിരിക്കുന്ന. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയൊക്കെ സരിന് നന്നായിട്ട് അറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് സത്യത്തിൽ ഈ തടയുക അക്രമ സംഭവം ഇതൊന്നും BJP-ക്കും CPM-നും നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. MLA ആണല്ലോ, അയാൾ രാജിവെച്ചിട്ടില്ല, അയാൾക്ക് മണ്ഡലത്തിൽ വരാനുള്ള സ്വാർത്ഥിക്കാൻ CPM-ന് കാര്യമില്ല. പിന്നെ അയാൾക്ക് വേണമെങ്കിൽ സോണിയാഗാന്ധിയുടെ വരെ പിന്തുണയുണ്ട് മാങ്കൂട്ടത്തിന് എന്ന് വേണമെങ്കിൽ പറയാം. ഹൈക്കമാൻഡ് അറിയാതെ ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. വെറുതെ സണ്ണി ജോസഫിന്റെ മാത്രം പിന്തുണ കൊണ്ടൊന്നും സണ്ണി ജോസഫ് വെള്ളത്തിലാകാനായിട്ട് ആള് നിന്നു കൊടുക്കുമോ? സുധാകരൻ തന്നെ ഇത്രയും ശക്തനാണെന്ന് പറഞ്ഞിട്ട് രാഖി രാമായണം 8 മെത്രാന്മാര് ഒപ്പിട്ട് നിവേദനം കൊടുത്തപ്പോൾ സോണിയാഗാന്ധി മാറ്റി ക്രിസ്ത്യാനിയെ വെച്ചില്ലേ എന്ന് പറയുന്നത് പോലെ ഇത് അറിഞ്ഞ് തന്നെ ഹൈക്കമാൻഡ് അറിഞ്ഞിറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ രാഹുലിനെ പൂട്ടണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇറക്കി വിടാം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അത് സുരേഷ് ബാബു മാത്രം തീരുമാനിച്ചാലും പോരാ. അത് CPM നേതൃത്വം അറിഞ്ഞ് തന്നെ ചെയ്യുന്നതാണ്. കാരണം ഇത് കുറെ കാലമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. കാരണം ഇത്തരം രേഖകൾ, ഈ പലതരം രേഖകൾ ഷാഫി പറമ്പിലിനെ പറ്റിയുള്ളതും മാങ്കൂട്ടത്തിനെ പറ്റിയുള്ളതും പാർട്ടി ശേഖരിച്ച് വെച്ചിട്ട് കുറച്ച് നാളായി. ഇത് എപ്പോഴാണ് ഇറക്കി വിടേണ്ടത്? കാരണം അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇറക്കി വിടണോ എന്നുള്ള കാര്യം ആലോചിച്ചിരുന്നു എന്നും സഹാക്കൾ പറയുന്നുണ്ട്. അല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലപ്പോൾ ഇറക്കി വിട്ടാൽ നെഗറ്റീവായിട്ട് വരും. അല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് പറയുമ്പോൾ 2 കാര്യങ്ങൾ എനിക്ക് പറയാറുണ്ട്. ഒന്ന്, ഈ പറയുന്ന ആളുകളുടെ രാഷ്ട്രീയ സദാചാര ധാർമ്മിക മര്യാദകൾ. CPM ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പാർട്ടിയാണോ എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം അമ്പ് കൊള്ളാത്തവരില്ല എന്ന് പറഞ്ഞ പോലെ CPM-ലും ഇങ്ങനത്തെ ആരോപണങ്ങൾക്ക് ഉണ്ടല്ലോ. അതെ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യമാണ് എനിക്ക് വളരെ നിർഭാഗ്യകരമായി തോന്നുന്നത്. കാരണം കുറച്ചായിട്ട് കേരളത്തിൽ, ഇതിപ്പോൾ PT ചാക്കോയുടെ കാലം മുതലുണ്ട്, ബീച്ച് യാത്ര ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ കുറച്ചായിട്ട് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ സാരിയുടെ ചുറ്റും കറങ്ങുകയാണ്. അപവാദ കഥകൾ, ആളുകളെ അപവാദ കേസിൽപ്പെടുത്തുക എന്ന് തുടങ്ങിയ തരത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം പരിമിതപ്പെടുകയോ വികസിക്കുകയോ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയം പറഞ്ഞ് വികസനം അല്ലെങ്കിൽ നാടിൻ്റെ ഐക്യം, നാടിൻ്റെ ക്ഷേമ, ജനങ്ങളുടെ ക്ഷേമം ഒക്കെ പറയുന്നതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീഞ്ഞ മസാലക്കഥകൾ ആവുന്നു രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ കണ്ടാണല്ലോ. വന്ധ്യവയോധികനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒരു കമ്മീഷൻ്റെ മുന്നിൽ മണിക്കൂറുകളിരുത്തി അദ്ദേഹത്തിൻ്റെ CD ഉണ്ടെന്നും പറഞ്ഞ് ഇവിടുന്ന് വാഹനങ്ങളിൽ എടുത്ത് കോയമ്പത്തൂരൊക്കെ ഓടിപ്പോയി. അത് ലൈവായിട്ട് കാണിക്കുന്നു. സംസ്ഥാനത്തിന് തൻ്റെ സേവനം നൽകിയ ഒരുപാട് പേർക്ക് ജഡ്ജി തന്നെ ഒരു ഗുണമില്ലാതെ പെരുമാറി. അതെ, ഒരുപാട് പേർക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കും നമ്മൾ കണ്ടു. ഉമ്മൻചാണ്ടിയോട് ചെയ്തത് ഒരു തരത്തിലും പൊറുക്കാൻ കഴിയുന്ന, മലയാളി ഉയർത്തിപ്പിടിക്കുന്നതെന്ന് പറയുന്ന വിദ്യാഭ്യാസം, സംസ്കാരം ഒന്നിനും നിരക്കുന്ന കാര്യമില്ല. അച്യുതാനന്ദൻ അസംബ്ലി പ്രസംഗിച്ച് ഓർക്കുന്നില്ലേ മറ്റേ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച്? അങ്ങനെ വല്ലാത്ത ഒരു അധാർമികതയുടെ പടുകുഴിയിലേക്ക് കേരള രാഷ്ട്രീയം വീണുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ ഈ ശരിക്കും രാഷ്ട്രീയ പ്രവർത്തനം? രാവിലെ കണ്ടപ്പോഴും വല്ലാത്ത വിഷമം തോന്നി. കാരണം
ഒന്ന് ചീഞ്ഞു പിന്നെയും ചെയ്യാനുള്ള സംഗതികൾ കൊണ്ടുവരികയാണ്. അവര് സത്യത്തിൽ CPM ആണ് ഇത് ഇങ്ങനെ വിഷലിപ്തമാക്കിയത്. ഉമ്മൻചാണ്ടിക്ക് എന്നാൽ പിന്നെ അവരുടെ ആർക്കെങ്കിലും നേരെ ഒരു ആക്ഷേപം വന്നാൽ അവര് ഭയങ്കര പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർക്കുകയും ചെയ്യും. അത് ഭീകരമായിട്ടാണ് കൈകാര്യം ചെയ്യുക. ഇപ്പോൾ CKP പത്മനാഭൻ ഒരു ആരോപണം ഉന്നയിച്ചത് പാർട്ടിയുടെ അകത്ത് സ്വന്തം മകൾക്കെതിരെ ഒരാൾ മോശമായിട്ട് പെരുമാറി എന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല. അറിയില്ല, ഞാൻ അതിനോട് പൂർണ്ണമായും ഞാൻ അതിന് എൻകാഷ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ CKP ഒരു പരാതി കൊടുത്തു എന്ന് ചില മാധ്യമങ്ങൾ പറഞ്ഞതും CPM-ന്റെ ചില നേതാക്കന്മാരുടെ ശത്രുക്കൾ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. അതായത് അങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പാർട്ടി കൈകാര്യം ചെയ്യുന്നത് പണ്ട് തൊട്ടും ഇത് ഇരട്ടത്താപ്പ് എന്നുള്ള നിലയ്ക്കാണ്. കാരണം അതിൽ വിഭാഗീയത നോക്കിയിട്ടാണ് അവർ കൈകാര്യം ചെയ്യുക. പാർട്ടി എപ്പോഴും ചെയ്യുന്നത് പാർട്ടിയിൽ നിന്ന് ഒരാളെ പുറത്താക്കേണ്ടി വന്നാൽ, അതിപ്പോൾ ചാത്തുണ്ണി മാസ്റ്ററുടെ കാര്യത്തിൽ ഇത്തരം കേസ് പറയില്ലെങ്കിലും ചെറിയ തുകകളുടെ കേസാണെങ്കിൽ പോലും ഒക്കെ ഇത് ചില സമയത്തൊക്കെ മറന്നു പോകുന്നൊക്കെ ആയിരിക്കും. ഇതൊക്കെ ഈ പുറത്താക്കേണ്ട സമയത്ത് പെണ്ണ് കേസോ അഴിമതി കേസോ ഒക്കെ പറഞ്ഞിട്ടാണ് പാർട്ടി പണ്ടും ആളുകളെ പുറത്താക്കുന്നത്. കാരണം വേറൊരു സ്ഥലത്ത് ഇവന് പ്രവേശനം. ചാത്തുണ്ണി മാസ്റ്റർ പക്ഷേ ജനശക്തി ഫിലിംസിന്റെ എന്തോ കാര്യമല്ലേ? അതെ, ജനശക്തി ഫിലിംസിലെ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട അത് വളരെ ചെറിയ തുകയാണത്. പണ്ട് P. ഗോവിന്ദപിള്ളക്കെതിരെ നടപടി എന്നൊക്കെ പറയുന്നൊക്കെ ഒരു ചെറിയ ചെക്കിന്റെയാണ്, 2000 രൂപ പോലത്തെ എന്തോ ചെക്ക് മറന്നു വെച്ചോ മാറിപ്പോയതോ ഒക്കെയാണ്. ഇതൊക്കെ വിഭാഗീയത വരുമ്പോൾ ഇത് പർവ്വതീകരിക്കും അവരെടുത്തിട്ട്. ഈ പാലക്കാട്ടെ കേസിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ സുരേഷ് ബാബു ഇനി അമാന്തിക്കരുത്. കാരണം ആളുകളെ ഇങ്ങനെ വെയിലത്ത് നിർത്തുന്നത് ശരിയല്ല, ഈ ചീഞ്ഞ രാഷ്ട്രീയവും ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ പുറത്തു കൊണ്ടുവരിക. കാരണം വെല്ലുവിളിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ. ഇതാണോ രാഷ്ട്രീയം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ആരോപണമല്ല, അധിക്ഷേപമാണ്. ഇത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച്, സുപ്രീം കോടതിയുടെ പുതിയ വിധികളനുസരിച്ച് ഒരു സ്ത്രീക്കും പുരുഷനും ഇഷ്ടമുള്ള ആളുകളുമായി ഇഷ്ടമുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഹോട്ടൽ റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന പരിപാടിയൊക്കെ നിന്നു. പണ്ടങ്ങനെ ഒരു ആണും പെണ്ണും ഹോട്ടലിൽ താമസിച്ച ഉടനെ പോലീസ് റെയ്ഡ് നടക്കും, ഇമ്മോറൽ ട്രാഫിക് ചാർജ് ചെയ്യും. ഇപ്പോൾ അതിനൊക്കെ ശ്രമിച്ചാൽ പോലീസുകാരൻ്റെ പണി പോകും. ആ കാലം കഴിഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു സ്ത്രീ പുരുഷൻ ഇപ്പൊ കപ്പിൾ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ടാണ് ഹോട്ടലുകൾ ബുക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് വേണമെന്നില്ല, കപ്പിൾ ഫ്രണ്ട്ലി ഹോട്ടലുകൾ പോലും അങ്ങനെ മാറി. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഈ പറയുന്നത് പോലെ അതെ, ലിവിങ് ടുഗദർ ലീഗലാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അത്തരം കാര്യത്തിൽ ആർക്കെങ്കിലും പരസ്പര സമ്മതത്തോടെ ഒരു ബന്ധമുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ ആയുധമാക്കേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫിയുടെ കാര്യത്തിൽ ഒരു സ്ത്രീയും ഇതുവരെ പരാതിയായിട്ട് വന്നിട്ടില്ല. അല്ല, രാഹുലിന്റെ കാര്യത്തിലും വന്നിട്ടില്ല. രാഹുലിന്റെ കാര്യത്തിലും ഒരു പരാതി ഉണ്ടായിട്ടില്ല. ഈ മറ്റേ ഉണ്ണിത്താന്റെ കാര്യത്തിൽ ആർക്കായിരുന്നു പരാതി? ഉണ്ണിത്താനെ ഒരു രാത്രി പിടിച്ചു വെക്കും, ജീപ്പിൽ പിടിച്ചോണ്ട് പോയ. ഇതൊക്കെ ഈ പാർട്ടിക്കാർ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തത്. അന്നും സ്വകാര്യ ജീവിതം ഉണ്ടായിരുന്നില്ലേ അവർക്ക്? സ്വകാര്യമായിട്ട് ഒന്നാമത് പൊളിറ്റിക്സില് സിനിമയില് കൂടുതൽ ആളുകളുമായിട്ട് സിനിമയെ പറ്റി പറയാറില്ലേ ഇതേക്കുറിച്ചൊക്കെ? ഇത് ഗന്ധർവന്മാരുടെ ലോകമാണ്, അവിടെ ഇങ്ങനെയൊക്കെ നടക്കും എന്ന് പറയുന്ന പോലെ കൂടുതൽ ആളുകൾ ഇടപഴകുന്നിടത്ത് അവർ തമ്മിൽ ഇത്തരം ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം. അതിൻ്റെ അകത്ത് സ്വകാര്യ ജീവിതം ചകഞ്ഞു നോക്കേണ്ട കാര്യമില്ല. പിന്നെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ കുറച്ചുകൂടിയൊക്കെ ധാർമ്മികത നോക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് അവർക്ക് അത്ര സ്വകാര്യത ഇല്ല എന്നൊക്കെ പറയാറുമുണ്ട്. എന്നാലും ഈ ആളുകൾ ഈ പറഞ്ഞ പോലെ ഹോട്ടലില് അവര് ഉഭയസമ്മതം ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കാര്യമില്ല. കരക്കാർക്ക് കൊതിക്കറിവാണ്. അതെ, അസൂയയാണ്, ഭയങ്കര ദാരിദ്ര്യമാണ് ഇവിടെ. അത് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരരുത്. അതെ, ഇത് അനാവശ്യമായിട്ടാണ് ചെയ്തത് എങ്കിൽ സുരേഷ് ബാബുവും ആ പാർട്ടിയും മാപ്പ് പറയാണ് വേണ്ടത്. അവിടെയാണ് പ്രശ്നം. CPM പോലത്തെ ഒരു പാർട്ടി ഇങ്ങനെ അതിൻ്റെ ജില്ലാ സെക്രട്ടറി അനാവശ്യമായി ഒരു സ്റ്റേറ്റ്മെന്റ് നിരുത്തരവാദപരമായി ഇറക്കുമോ എന്നിടത്താണ് ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. അതെ അതെ, അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇത്തരം ഒന്നാമത് ഹെഡ് മാഷ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് തെളിവുകൾ, പിന്നെ അത് ഗുരുതരമായ ആരോപണമാണ്. അതെ, കാരണം കുറച്ച് കഴിയുമ്പോൾ ഹെഡ് മാഷ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി മാത്രമല്ലല്ലോ ഉള്ളത്. അതാണ് അതിൻ്റെ അകത്ത് പ്രശ്നം. അപ്പോൾ വേറെ ആരോപണങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും. ഒരുപാട് മറ്റേ ക്ലാസ് മുറി ഉണ്ടെന്നാണല്ലോ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു വരുന്നത്. ഒരുപാട് ക്ലാസ് മുറികളും ഉണ്ട്, അതിൻ്റെയൊക്കെ ഹെഡ് മാഷും ആണെന്ന് പറയുമ്പോൾ വലിയ ആരോപണമാണ്.
അദ്ദേഹത്തിനും ഷാഫി പറമ്പിലിനും കുടുംബമൊക്കെ ഉള്ളതാണല്ലോ. അല്ലെ, ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട നേതാക്കന്മാർ, സുധാകരനാണേലും സതീശനാണേലും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളി പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടില്ല. ഷാഫി പറമ്പിൽ അന്നും പറഞ്ഞത് ഒരു പരാതിയും ഉണ്ടായിട്ടില്ല, ഒരു കേസും ഇല്ല, രാജിവെക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ അങ്ങനെയാണല്ലോ കൂടെ നിൽക്കേണ്ടത്. നേതാവ് എന്ന് പറയുന്ന ആൾ കൂടെ നിൽക്കണമല്ലോ. ചില സമയത്ത് ആവശ്യമില്ലാത്ത സമയത്ത് കൂടെ നിന്നാൽ പുലിവാലും പിടിക്കും, തണ്ണിമത്തൻ ദിനങ്ങൾ എന്ന് പറയുന്നത് അതല്ലേ. ഏതായാലും സുരേഷ് ബാബു തെളിയിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.